എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു ഓലനാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഈ കുമ്പളങ്ങ നന്നായിട്ട് വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലുള്ള ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് കനത്തിൽ അരിയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വൻപയർ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ വൻപയർ വേവിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരക്കപ്പ് വൻപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരക്കപ്പ് വൻപയർ നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ട് തേങ്ങയുടെ പാലെടുക്കണം. അതിൽ ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രണ്ടാം പാലിൽ വേണം നമുക്ക് ഈ കുമ്പളങ്ങ വേവിച്ചെടുക്കാനായിട്ട്. മാത്രമല്ല നമ്മൾ ഈ വൻപയറും കൂടെ ഈ സമയത്ത് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ സ്വാദ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വൻപയർ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ചെറുതായിട്ടൊന്നും കൂടെ വേവണം. ആ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പയർ വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും കുമ്പളങ്ങയ്ക്ക് കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളക് രണ്ടായി കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓലലിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ഉപയോഗിക്കില്ല. പച്ചമുളകും കറിവേപ്പിലയോ ആണ് നമ്മുടെ ഈ ഓലൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് നന്നായി കണ്ണാടി പരുവാവുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ആ തേങ്ങാപ്പാലൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം യാതൊരു കാരണവശാലും നമ്മുടെ ഈ ഓലൻ തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. സ്റ്റവ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ചേരുവയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ച് ഒരു 10-15 മിനിറ്റെങ്കിലും വെക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ ആ ഒരു സ്വാദ് നമ്മുടെ ഓലലിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സദ്യയ്ക്കൊക്കെ ഈ ഓലൻ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകിയ രീതിയിലാണ് കിട്ടുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.